ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 15-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയുന്നു. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ 9-ാം ഭാവത്തിൽ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തനിച്ചാണ് ധനുരാശിയിൽ നിൽക്കുന്നത്. ശുഭഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. മൗഢ്യമില്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നല്ല ഫലത്തെ ഈ ജാതകർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇവർക്ക് രോഗം, കടബാധ്യത, ശത്രുതകളാലൊന്നും ഭാരപ്പെടുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ധനപരമായ നേട്ടവും തൊഴിലിൽ അധികാരവും വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും. എല്ലാ കാര്യത്തിലും സാമർഥ്യം കാണിക്കുന്ന ഒരു ദിവസമാണ്. ബുദ്ധിപരമായ ഒരു വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായൊരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. ധർമ്മശീലരായി, ധർമ്മമുള്ളവരായി ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ. എന്നാൽ ഈ ബുധൻ്റെ അഷ്ടമത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട്, ചൊവ്വയും അതുപോലെ തന്നെ ചന്ദ്രനും. അപ്പോൾ ചിലർക്കത് ദോഷമായി ബാധിച്ചേക്കാം. ചിലരുടെ ജീവിതത്തിൽ സുഖസ്വസ്ഥ ദേഹതന്മാർ അത്ര അനുകൂലമാകണമെന്നില്ല. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതിക്കും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. ജ്യോതിഷം പറയുന്നത് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ വലിയ ദോഷത്തെയൊന്നും ചെയ്യുകയില്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് കലാമേഖലകളിൽ, സാഹിത്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ശോഭിക്കുകയും ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. നല്ല ആരോഗ്യമുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾ ഇവരെ കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ദിവസമായിരിക്കുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ 8-ാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിന്നാൽ വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നു. എന്നാലും ജ്യോതിഷം പറയുന്നു ഏത് ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധി ചെറിയ രീതിയിലൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. അപ്പോൾ മറ്റു പല രീതികളിൽ കലാപരമായ മേഖലകളിൽ, സാഹിത്യ മേഖലകളിലൊക്കെ ആൾക്കാർ ശോഭിക്കും. അവർക്ക് നേട്ടമുണ്ടാകും, അവർക്ക് വിജയം പ്രതീക്ഷിക്കാം. പ്രശസ്തിയും പ്രതാപവും ഒക്കെ അവരെ തേടി വരുമെങ്കിലും കുടുംബം, ധനം എന്നിവയിൽ മോശമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം, വന്നു ചേരാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവർക്ക് മാനസികവും ശാരീരികവുമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുമുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. മാതാവിനും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ 7-ാം ഭാവത്തിൽ, കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. നല്ലതാണ്, നല്ല കാര്യമാണ്. ബുധൻ എന്ന് പറയുന്ന ശുഭഗ്രഹം, അത് ശുഭഗ്രഹമായിട്ട് തന്നെയാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? നല്ല ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ ധാരാളം ധനം വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുരുഷ ജാതകരാണെങ്കിൽ സ്ത്രീകൾ അവരെ കൂടുതൽ ഇഷ്ടപ്പെടും. സ്ത്രീ ജാതകരായിട്ടുള്ളവരെ പുരുഷന്മാർ കൂടുതൽ ഇഷ്ടപ്പെടും. അങ്ങനെ ഇഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ദിവസവും കൂടിയാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ ഈ വിദ്യ കൊണ്ടുള്ള നേട്ടവും വിജ്ഞാനം കൊണ്ടുള്ള നേട്ടവും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വിദ്യ കൊണ്ടും വിജ്ഞാനം കൊണ്ടുള്ള നേട്ടം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസവും കൂടിയാണ് ബുധനാഴ്ച ദിവസം. എന്നാൽ ഒരു ദോഷമുണ്ട്. മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിക്കും ചെറിയ രീതിയിലുള്ള ദോഷവശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ബുധനാഴ്ച ദിവസം, ഈ കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം ആളുകാർ വിദ്വാൻമാരെ പോലെ പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. അറിവുള്ളവരെ പോലെ, പണ്ഡിതന്മാരെ പോലെ പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. അവിടെ നേട്ടവും കോട്ടവും പറയുന്നില്ല, അങ്ങനെ പ്രവർത്തിക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഇവർക്ക് ബന്ധുക്കൾ ശത്രുക്കളാകുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് ഇവർ യാതൊരു ഗുണവും ചെയ്യാത്തൊരു ദിവസമാണ്. ബന്ധുക്കൾ ഇവർക്ക് ശത്രുക്കളാകുന്നൊരു ദിവസവും കൂടിയാണ്. ചിലർക്ക് മുൻകോപം വരാം, ചിലർ കലഹത്തിലകപ്പെടാം, ചിലർ കേസുകളിലകപ്പെടാം. അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ജന്മത്തിൽ ചന്ദ്രനും ചൊവ്വയും ബലവാന്മാരായിട്ട് നിൽക്കുന്നുണ്ട്.
അത് ഇവരെ സംബന്ധിച്ചിടത്തോളം മക്കളെ കൊണ്ടുള്ള അനുഭവം തൊഴിൽപരമായുള്ള നേട്ടത്തെ കൊടുക്കുന്നു എന്നുള്ളതൊഴിച്ചാൽ ഇവരുടെ മാതാവിൻ്റെ സ്ഥിതിക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മാതാവിൻ്റെ സ്ഥിതിക്ക് വളരെ മോശമായ സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഇവരുടെ പൂർവ്വ സ്വത്തുക്കളൊക്കെ വിറ്റ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാനുള്ള ഒരു മനസ്സും ഇവർക്കുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ കുറേ നേട്ടങ്ങളൊക്കെ ഇവർക്കുണ്ടെങ്കിൽ പോലും ഇവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മക്കൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർ നാളത്തെ ദിവസം സൂത്രബുദ്ധി ഉപയോഗിക്കുന്നൊരു ദിവസമാണ്. കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സൂത്രബുദ്ധി പ്രയോഗിക്കുന്നൊരു ദിവസമാണ്. അത് പല രീതിയിലുള്ള സൂത്രബുദ്ധികൾ അവർ തേടുന്നതാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ നീങ്ങുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. എങ്കിലും ഇവർക്ക് വിദ്യ കൊണ്ടുള്ള നേട്ടം, അതുപോലെ തന്നെ സമ്പത്ത് വന്നു ചേരുക, സുഖാനുഭവങ്ങളൊക്കെ വന്നു ചേരുക, അങ്ങനെയുള്ള നേട്ടങ്ങളുമൊക്കെ അവർക്കുണ്ട്. പക്ഷെങ്കിൽ ഇവർ കാര്യവിജയത്തിനായി അല്ലെങ്കിൽ കാര്യസാധ്യത്തിനായിട്ട് സൂത്രബുദ്ധി ഉപയോഗിക്കുന്ന ദിവസമാണ്. സൂത്രബുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ ജ്യോതിഷം പറയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള നേർച്ചകാഴ്ചകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് കാര്യവിജയത്തിനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ്. പെൺമക്കൾ ഉള്ളവർക്ക് പെൺമക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണ് ഈ ബുധനാഴ്ച ദിവസം. പക്ഷെങ്കിൽ അവർക്ക് അവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചിലരെ സംബന്ധിച്ച് മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, ഭാഗ്യക്കേടുകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ചിങ്ങക്കൂറ് അറിഞ്ഞുകൊള്ളണം. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ജ്യോതിഷം പറയുന്നത് ധനപരമായ നേട്ടം, വാഹന ഗുണം അല്ലെങ്കിൽ വാഹന ഭാഗ്യം, കീർത്തി, പ്രശസ്തി, അംഗീകാരം, തൊഴിലിൽ ഉന്നത സ്ഥാനം, തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ ജോലി സംബന്ധമായുള്ള കാര്യങ്ങളിൽ പ്രമോഷൻ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഈ കന്നിക്കൂറുകാർക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഈ കന്നിക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ. പക്ഷെങ്കിൽ ജന്മഭാവത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കുറേ പേരുടെ ജീവിതത്തിൽ ഇതൊക്കെ തടസ്സപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഒരു വിഷയം. അതാണ് രാഹുവിൻ്റെ ദൃഷ്ടി വന്നു ചേരുന്നതുകൊണ്ട് ഈ പറയുന്ന നേട്ടങ്ങളൊന്നും അവർക്ക് പൂർണ്ണമായിട്ട് വന്നു ചേരണമെന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി മോശമായിരിക്കും. മാതാവിൻ്റെ സ്ഥിതി മോശമാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങളായിട്ടുള്ളവരുടെ സ്ഥിതിയും മോശമാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വശം നോക്കിയാൽ നല്ല നേട്ടങ്ങൾ വന്നു ചേരേണ്ട ദിവസമാണ്. വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, പ്രമോഷൻ, അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണെങ്കിൽ പോലും മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയോ സഹോദരങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയോ അല്ലെങ്കിൽ ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയാകാതെ പോകുക എന്നിങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്തിര 2 പാദം ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. അത് പല വിധത്തിലുള്ള ക്ലേശം ഉണ്ടാകും, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളുണ്ടാകും, കടബാധ്യത വർദ്ധിക്കും, കടം മേടിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രതിസന്ധി ഉണ്ടാകും. അതുപോലെ തന്നെ ഇവർക്ക് തൊഴിൽപരമായുള്ള പ്രതിസന്ധി ഉണ്ടാകും, കുടുംബസുഖവും ധനപരമായിട്ടുള്ള വിഷയത്തിലും പ്രതിസന്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ബുധനാഴ്ച ദിവസം വിദ്യ കൊണ്ട് അവർക്ക് നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ വിനയമുള്ളവരാണ്, ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. മറ്റ് ഗുണഗണങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നല്ല വാഗ്മിയെപ്പോലെ അവർ പ്രവർത്തിക്കുന്ന ദിവസമാണ്. അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ, കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. എങ്കിലും ഇവർക്ക് സുഖം, സ്വസ്ഥ, ദേഹതന്മ ഒരു പക്ഷേ മോശമായി വന്നു ചേരാം.
അല്ലെങ്കിൽ സുഖസ്വസ്ഥതകന്മാർ അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ മാതാവിനും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. മറ്റു വിധത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അറിവുള്ളവരെ പോലെ ഇവർ പെരുമാറുകയും ശോഭിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയും ധനപരമായ നേട്ടവും മറ്റു ഗുണാനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരികയും വിദ്യ കൊണ്ടും വിജ്ഞാനം കൊണ്ടും വിനയം കൊണ്ടും ഒക്കെ അവർ ശ്രേഷ്ഠരാകുകയൊക്കെ ചെയ്തു പോന്നാൽ പോലും അവരുടെ സുഖസ്വസ്ഥ ദേഹനന്മയ്ക്ക് ഒരു പക്ഷേ മങ്ങലേൽക്കാം. അതുപോലെ തന്നെ മാതാവിൻ്റെ സ്ഥിതിക്ക് മോശമായ അനുഭവം ഉണ്ടാകാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ബുധനാഴ്ച ദിവസം മാധുര്യവും ചാതുര്യവുമുള്ള വാക്കുകൾ കൊണ്ടും മറ്റുള്ളവരുടെ മുമ്പാകെ പ്രശംസയും പ്രശസ്തിയും ഒക്കെ ഏറ്റുവാങ്ങുന്നൊരു ദിവസമാണ്. കലാവാസനയുള്ളവരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. മറ്റുള്ളവരുടെ തട്ടിപ്പിനൊന്നും ഇവർ വിധേയരാകാതെ സൂത്രബുദ്ധി കൊണ്ട് ഇവർ വിജയിക്കുന്നൊരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് നേട്ടങ്ങൾ തന്നെ സ്വയം കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. മറ്റുള്ളവരുടെ തട്ടിപ്പിലൊന്നും ഇവർ വിധേയരാകത്തില്ല. അതുപോലെ തന്നെ ഇവർക്ക് മറ്റൊരു നേട്ടം, ഇപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ബുധൻ്റെ അഷ്ടമത്തിലാണ് ഈ ചൊവ്വയും ചന്ദ്രനും നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദോഷം ഇവരുടെ ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നതുകൊണ്ട് ഇവർക്കുണ്ടാകത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മാതാവിൻ്റെ സ്ഥിതി മെച്ചമാണ്. അതുപോലെ തന്നെ സാധ്യതകളൊന്നും വന്നു ചേരാൻ, നഷ്ടപ്പെടുവാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ അവർക്ക് വന്നു ചേരത്തില്ല. കാര്യവിജയം പ്രതീക്ഷിക്കാം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം, തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അനുഭവം എന്താണ്? ബുധനാഴ്ച ദിവസം അവരുടെ 7ാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് ചേർന്ന് നിന്ന് ശശിമംഗള രാജയോഗത്തെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ 12-ന് ബുധൻ ഉള്ളതുകൊണ്ട് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം സ്വാധീനിക്കുന്ന നാളുകാർ, അതായത് മകരക്കൂറിൽപ്പെട്ട ഉത്രാട, മുക്കാൽ, തിരുവോണം, അവിട്ടം, 2 പാദം നാളുകാരെ ഏറ്റവും കൂടുതൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അവർക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. അപ്പോൾ അവർക്ക് ധനം വന്നു ചേരേണ്ട സാഹചര്യങ്ങളിലൊക്കെ അത് തടസ്സപ്പെട്ട് കിടക്കും എന്നാണ്. ഇപ്പം ഒരു 10 പേര് ഒരുമിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടൊരു ലോൺ എടുക്കാൻ പോയാലും ഇവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായി അത് തടസ്സപ്പെട്ട് കിടക്കും. മറ്റുള്ളവർക്കെല്ലാം കിട്ടിയാൽ ഇവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവർക്ക് രോഗം വന്നു ചേരാം. 6ാം ഭാവത്തിൻ്റെ അധിപനാണ് ബുധൻ. ആ ബുധനാണ് 12-ൽ നിൽക്കുന്നത്. 6ാം ഭാവത്തിൻ്റെ അധിപൻ 12-ൽ പെടുന്നത് ദോഷമാണ്. അപ്പോൾ അത് ഇവർക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് ബുധൻ മാരകനായിട്ടാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. തനിച്ച് നിന്നാൽ ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടാം, ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. എന്നാൽ ഈ അനുഭവം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഒരു ജാതകനും ബുധൻ അനുകൂലമാണോ എന്നറിയാൻ വേണ്ടി അവർക്ക് നൈസർഗികമായിട്ട് കലാപരമായ കഴിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, പാട്ടുപാടാനോ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ എഴുതാനോ ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ബുധൻ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണ്. അവർക്ക് ഈ പറയുന്ന പ്രതിസന്ധികളൊന്നും ഉണ്ടാകത്തില്ല. അവർക്കുണ്ടാകുന്നത് എന്താണ്? പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളാണ് അവർക്കുണ്ടാകുക. അവർക്ക് പെൺമക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർക്ക് ഈ ബുധൻ 12-ലെ ബുധൻ ദ്രോഹം ചെയ്യത്തില്ല. അതേസമയത്ത് വിദ്യാഭ്യാസം കുറവുള്ളവരോ കലാപരമായിട്ടുള്ള കഴിവുകളില്ലാത്തവരോ സാഹിത്യമേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അറിവില്ലാത്തവരൊക്കെ ആണെങ്കിൽ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുവാനുള്ള നൈപുണ്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അനിഷ്ടം ചെയ്യുന്നൊരു ഗ്രഹമാണ്. അവർക്കാണ് ധനപരമായുള്ള ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥയൊക്കെ വന്നു ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ 11ാം ഭാവത്തിൽ തനിച്ച് നിൽക്കുന്നൊരു ബുധനാഴ്ച ദിവസമാണ്. ദ്രവ്യ ലാഭം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് വ്യാപാരികളൊക്കെ ആണെങ്കിൽ വ്യാപാര നേട്ടം, ഉദ്യോഗത്തിലുള്ളവരാണെങ്കിൽ ഉദ്യോഗം കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് അവർക്ക് അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ രാജയോഗം ചെയ്ത് നിൽക്കുകയായതുകൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അവർക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു സമയം. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ധനവും സുഖവും ശരീരകാന്തിയും ആരോഗ്യവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ ധനപരമായ നേട്ടം ഉദ്യോഗം കൊണ്ടും തൊഴിൽ കൊണ്ടും കച്ചവടം കൊണ്ടും ഒക്കെ
ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടം, വീട്, വസ്തു, വാഹനം, ഭൂമി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികൾ, ഉത്രട്ടാതി, രേവതി നാളുകാരായിട്ടുള്ള വക്കീലന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. കോടതിയിൽ കേസ് വാദിച്ച് ജയിക്കുവാൻ പറ്റിയ അനുകൂലമായൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അവർ വിജയിക്കും. അവർക്കൊക്കെ നല്ല അനുകൂലമായൊരു ദിവസമാണ്. കേസ് വാദിച്ച് ജയിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. ഗണിത മേഖലകളിൽ കണക്ക് പഠിപ്പിക്കുന്നവർക്കും കണക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഒക്കെ അനുകൂലമായൊരു ദിവസമാണ്. സാഹിത്യ മേഖലകളിലും അതുപോലെ തന്നെ കവിതകൾ, കഥകളൊക്കെ എഴുതുന്ന എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഒക്കെ അനുകൂലമായൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പോൾ അവർക്ക് അവരുടെ കേന്ദ്രഭാവത്തിലാണ് ഈ ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് വിദ്യ കൊണ്ടും വിജ്ഞാനം കൊണ്ടും ഒക്കെ അവർക്ക് നേട്ടം ലഭിക്കുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളും അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. അവരുടെ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം തനിച്ച് നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ 10ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം തനിച്ച് നിൽക്കുന്നത് വളരെ നല്ലതാണ്. രാജയോഗമല്ല, വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് കല, സാഹിത്യം, ഗണിതം, വക്കീലന്മാർ, വ്യാപാരികൾ, ഉദ്യോഗം, അപ്പോൾ ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും മാതൃഗുണവും ഒക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ ചെയ്യുക. നല്ല കമൻറ്റുകളൊക്കെ ചെയ്യണമേ. ഒരാൾക്ക് ഒരു വീഡിയോ കേട്ടിട്ട് ഉപകാരപ്പെടുന്ന ഒരു കമൻറ്റ് ചെയ്യണം. പലരും ഈ സോഷ്യൽ മീഡിയയിലെ കമൻ്റ് എന്ന് പറയുന്നത് വളരെ മോശമായ കമൻറ്റുകളാണ് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളത്. നല്ല കമൻറ്റുകളുണ്ട്, എന്നാൽ അതിനെക്കാട്ടും കൂടുതൽ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ മോശമായ കമൻറ്റുകളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട്. അത് എനിക്ക് തന്നെയല്ല, എല്ലാവർക്കും കൂടുതലായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് മോശം കമൻറ്റുകളൊക്കെ തീരെ കുറവാണ്. വല്ലപ്പോഴും ആരെങ്കിലും ഒരാൾ ഇട്ടെങ്കിലേ ഉള്ളൂ. ആയതിനാൽ പ്രിയപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പിന്തുണയും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ, ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.